കണ്ണൂരിലേക്ക് ഒന്ന് പോകാം. കണ്ണൂരിൽ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ UDFന് തേരോട്ടം കാണുകയാണ്. പ്രത്യേകിച്ച് കോർപ്പറേഷൻ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂരിൽ ഫെലിക്സ് ഉണ്ട് ഒരു ചിത്രം പറയാൻ. ഫെലിക്സ്, തളിപ്പറമ്പൊക്കെ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട സ്ഥലങ്ങളാണ്, അങ്ങ് കൈവിട്ട് പോയിരിക്കുകയാണ്. തീർച്ചയായിട്ടും, അതായത് ഏത് വലിയ കൊടുങ്കാറ്റിലും ഇളകാത്ത CPM-ന്റെ കോട്ടയിൽ UDFും BJPയും അരിച്ചിറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ണൂരിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കണ്ണൂർ കോർപ്പറേഷനിലും മറ്റിടങ്ങളിലും UDF പ്രതീക്ഷിക്കാത്ത അപ്പുറത്തെ വിജയം അവർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നതാണ്. കണ്ണൂർ കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ 34 സീറ്റാണ് UDFനുണ്ടായിരുന്നത്. ഇത്തവണ അവർ പ്രതീക്ഷിച്ചത് 32 പരമാവധി 32 ആയിരുന്നു. പക്ഷേ ഇത്തവണ അത് 36 ഉയർത്താൻ UDFന് സാധിച്ചു. റിജിൽ മാക്കുറ്റിയുടെ അടക്കം വിജയം അത് UDF കേന്ദ്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഡൗട്ടിൽ വെച്ചതാണ്. അതും വലിയ വിജയം, 710 വോട്ടിനൊക്കെ റിജിൽ മാക്കുറ്റി വിജയിച്ചു എന്നത് അപ്രതീക്ഷിതമായാണ് UDF കാണുന്നത്. അങ്ങനെ കോർപ്പറേഷൻ നിലനിർത്താൻ കഴിഞ്ഞു. ബാക്കി എല്ലായിടങ്ങളിലും ഗ്രാമപഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ, മുനിസിപ്പാലിറ്റികൾ, ഇപ്പോൾ ലീഗിന്റെ മേയർ ആയിരുന്ന സമയത്തും കോൺഗ്രസിന്റെ മേയർ ആയിരുന്ന സമയത്തും ഒക്കെ അഴിമതി ആരോപണം ഉണ്ടായിരുന്നു. എന്നിട്ടും നിലനിർത്താൻ കഴിഞ്ഞു. അഴിമതി ആരോപണങ്ങൾക്കൊക്കെ അപ്പുറം സംസ്ഥാന സർക്കാരിനെതിരായ ജനവികാരം ഉണ്ടായി എന്നതാണ് കോൺഗ്രസ് തന്നെ ഏറ്റവും പ്രധാനമായും വിലയിരുത്തുന്നത്. പല വികാരങ്ങൾക്കപ്പുറത്തേക്ക് ഈ ശബരിമല വിഷയമടക്കം ജനങ്ങളെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തി. അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത് എന്നതാണ് UDF കേന്ദ്രങ്ങൾ പറയുന്നത്. ഏതായാലും കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് രൂപീകരിച്ചതിന് ശേഷം ഇന്നേ വരെ UDF ഭരിച്ചിട്ടില്ലാത്ത ആ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഭരണത്തിലേക്ക് UDF വരുന്നു എന്നതാണ്. മാത്രമല്ല, കഴിഞ്ഞ തവണ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ ഒരിടത്ത് മാത്രമാണ് UDFന് വിജയിക്കാൻ കഴിഞ്ഞതെങ്കിൽ അത് ഇപ്പോൾ 2 എണ്ണത്തിലേക്ക് ഉയർത്താൻ UDFനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു എന്നതാണ്. മാത്രമല്ല, LDFന്റെ പക്കലുണ്ടായിരുന്ന 8 പഞ്ചായത്തുകളാണ് കണ്ണൂർ ജില്ലയിൽ തിരിച്ചുപിടിച്ചത്. അത് പ്രത്യേകിച്ച് മലയോര മേഖലയിൽ പയ്യാവൂർ, ഉദയഗിരി തുടങ്ങിയ കണിച്ചാർ തുടങ്ങിയ ആറളം തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ പഞ്ചായത്തുകൾ UDFനൊപ്പം വന്നു. അതും വലിയ ഭൂരിപക്ഷത്തിൽ തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞു എന്നതാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. UDF പോലും വിചാരിക്കാത്ത അത്ര വലിയ വിജയം കണ്ണൂരിൽ ഉണ്ടായി എന്നതാണ്. പക്ഷേ പ്രതീക്ഷിക്കാത്ത വിജയമാണ് കണ്ണൂരിൽ. അതോടൊപ്പം മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ഒരു കാര്യം നോക്കൂ. പ്രതിപക്ഷമില്ലാതെ അവിടെ UDF ഭരിക്കാൻ പോവുകയാണ്. 33 ഡിവിഷനിലും UDF ആണ്. 15 ബ്ലോക്ക് പഞ്ചായത്തിന്റെ കണക്കെടുത്താൽ 15ലും UDF ആണ്. 12 മുനിസിപ്പാലിറ്റിയിൽ 11ഉം UDF ആണ്. 94 പഞ്ചായത്തിൽ 3 എണ്ണം ഒഴിച്ച് മുഴുവൻ പഞ്ചായത്തിലും UDF ആണ്. അപ്പോൾ സമഗ്രമാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ UDFന്റെ ചിത്രം.